എല്ലാം കാലത്തും കോൺഗ്രസിന്റെ രണ്ട് ചാവേറുകളായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താനും കെ മുരളീധരനും. ഇപ്പോൾ രണ്ട് ചാവേറും കൂടി ശശി തരൂരിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ശശി തരൂരിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയാണ്. അപ്പോൾ ശശി തരൂരിന്റെ മറുചോദ്യം, ഇതെല്ലാം പറയാൻ ഈ രണ്ടുപേർ ആരാണെന്നാണ്. അത് കൃത്യമായ ചോദ്യമല്ലേ? ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ നിൽക്കുന്നിടത്തെല്ലാം തോറ്റിട്ടുള്ള ചരിത്രമേ ഉള്ളൂ. കാസർഗോഡ് പോയാണ് ഇന്ന് രക്ഷപ്പെട്ടത് അല്ലേ. ഇതിപ്പം മൂന്നാം തവണയാണ് അദ്ദേഹം ജയിച്ച് രണ്ടാം തവണ 19-ലും 24-ലും ഇവിടുന്ന് അങ്ങ് ചെന്ന് മറ്റേ ആ സീറ്റ് പരാജയപ്പെടുന്ന സീറ്റ് എന്ന ധാരണയിലാണ് നൽകിയത്. എന്തോ കാരണം AKG ഉൾപ്പെടെയുള്ള നേതാക്കൾ മത്സരിച്ച കാസർഗോഡാണ്. കോൺഗ്രസിന്റെ ഒരു തരംഗം ഉണ്ടായിരുന്നില്ല 2019 അധികാരത്തിൽ കോൺഗ്രസ് എത്തുമെന്നുള്ള ഒരു കണക്കുകൂട്ടൽ കേരളത്തിലുള്ളവർക്ക് ഉണ്ടായിരുന്നു. ആ ഒരു തരംഗം ഉണ്ടായതാണ്, കൂട്ടത്തിൽ അങ്ങ് കയറിപ്പോയതാണ്. പിന്നീട് 24-ലും ഒരു ഭാഗ്യത്തിന് അങ്ങ് കയറിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ ഈ കെ മുരളീധരൻ ഇങ്ങനെയാണ്, ചരിത്രത്തിൽ ആദ്യമായാണല്ലോ ഒരു മന്ത്രി പരാജയപ്പെടുന്നത് വടക്കാഞ്ചേരിയിൽ. അത് അന്നത്തെ മുരളീധരനല്ല ശരിക്കും. ഇപ്പോൾ അന്ന് മുരളീധരന് കാറിനകത്തിരുന്നാണ് വോട്ട് ചോദിക്കുന്നത്, ഗ്ലാസ് പോലും താങ്ങത്തില്ല. കാരണം ഏപ്രിൽ മെയ് മാസമാണല്ലോ തെരഞ്ഞെടുപ്പ്, കൊടും ചൂടല്ലേ, അതിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, ദേഹം വേർത്തിട്ടേ ഇല്ല. പക്ഷെ പിന്നീട് കാര്യങ്ങളൊക്കെ മനസ്സിലായി. വട്ടിയൂർക്കാവിലൊക്കെ ഒന്ന് മത്സരിച്ചപ്പോൾ പിന്നീട് ജനങ്ങളുമായിട്ട് കൂടുതൽ അടുപ്പമൊക്കെ സ്ഥാപിച്ചു. വട്ടിയൂർക്കാവുമായിട്ടും വലിയ ബന്ധമൊക്കെ സ്ഥാപിച്ച് വന്നപ്പോഴാണ് പിടിച്ച് വടകരയിൽ കൊണ്ടുപോയത്, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഇതിപ്പം തരൂര് പരിഹാസ രൂപേണ എടുത്തിട്ട് കൊടുത്തിരിക്കുകയാണ്. തരൂർ ആരെയൊക്കെ കൊട്ടാതിരുന്നിട്ടുണ്ട്? രാഹുൽ ഗാന്ധിയെ ഒരു ചോദ്യം ചോദിച്ചില്ലേ, രാഷ്ട്രീയവും ചരിത്രവും പോയി പഠിക്കൂ എന്നല്ലേ രാഹുൽ ഗാന്ധിയോടെ പറഞ്ഞത്. പിന്നെ ഇവിടുത്തെ കോൺഗ്രസ്സുകാരോടൊക്കെ തന്നെ നേതാക്കന്മാരോട് പറഞ്ഞ എന്താണ്, താൻ എഴുതിയ ലേഖനം വേണ്ട രീതിയിൽ മനസ്സിലാക്കില്ല, ഇംഗ്ലീഷ് അറിയാവുന്നവരെ കൊണ്ട് വായിപ്പിച്ച് മനസ്സിലാക്കിക്കുക എന്ന് പറയുകയും ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഇവർ രണ്ടുപേരുമേ എനിക്ക് തോന്നുന്നുള്ളൂ തരൂരിനെതിരെ പോരടിക്കുന്നുള്ളൂ. മുരളീധരൻ പറയുന്നുണ്ട് തിരുവനന്തപുരത്തേക്ക് കാലുകുത്താൻ അനുവദിക്കത്തില്ല, എന്നുവെച്ചാൽ പാർട്ടി യോഗങ്ങളിൽ പങ്കെടുപ്പിക്കാൻ അനുവദിക്കത്തില്ല. ഉണ്ണിത്താൻ പറയുന്നു രാജിവെച്ച് ഇറങ്ങിപ്പോ, ഞങ്ങൾ പുറത്താക്കുമെന്ന് കാത്തിരിക്കണ്ട എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കുമാണ്, ഇവർ രണ്ടുപേരും പണ്ടെങ്ങനെയായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം, രാജ്മോഹൻ ഉണ്ണിത്താനും മുരളീധരനും. അല്ല, പക്ഷേ ഈ പ്രമുഖ നേതാക്കൾ ആരും ശശി തരൂരിനെതിരെ രംഗത്ത് വരുന്നില്ല. VD സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും KC വേണുഗോപാൽ എല്ലാവരും മൗനം പാലിക്കുകയാണ്. കേരളവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ നേതാക്കളും മൗനം പാലിക്കുമ്പോൾ ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ കാലത്തും ചാവേറുകളാണ് ഈ രണ്ടുപേരും. ഇവരാണ് മുന്നിൽ നിന്നും ഈ പട നയിക്കുന്നത്. അതെന്തായിരിക്കും? ഹൈക്കമാൻഡ് പറഞ്ഞിട്ടുണ്ട് മിണ്ടണ്ടാവുന്നു, പിന്നെ പ്രകോപിപ്പിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ ഇവർ രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ പറയുന്ന ആരാ? മുരളീധരനാണ്. മുരളീധരൻ പറയുന്നതിൻ്റെ പിന്നിലുള്ള കാരണം തരൂര് എന്തായാലും കോൺഗ്രസിൽ നിന്ന് പോകും, ഒന്നുകിൽ രാജിവെച്ച് പോകും, അല്ലെങ്കിൽ പുറത്താകും. ഉടനെ ഇല്ലെങ്കിലും വളരെ ദൂരെ അല്ലാതെ ഇത് സംഭവിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് തിരുവനന്തപുരം പോകും. ഇവിടെ ഒരാൾ വേണം. കെ മുരളീധരൻ എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കത്തില്ല, വട്ടിയൂർക്കാവിൽ മത്സരിക്കത്തില്ല. കാരണം മുരളീധരൻ അറിയാം വട്ടിയൂർക്കാവിൽ പരാജയപ്പെട്ടു പോകും എന്നുള്ളത്. കാരണം VK പ്രശാന്ത് മുരളീധരൻ മാറിക്കഴിഞ്ഞപ്പോൾ ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് ജയിച്ചു കയറി, പിന്നെ 21-ലും ജയം തുടർന്നു. പിന്നെ അതിനോടൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ ഒരു സാന്നിധ്യം അവിടെ ഉണ്ട്. ഏതാണ്ട് അവരൊരു വിജയം ഉറപ്പാക്കി വെച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് വട്ടിയൂർക്കാവ്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചടി ഉണ്ടാകും. തിരിച്ചടി വന്നു കഴിഞ്ഞാൽ തന്നെ ചവിട്ടി താഴ്ത്തുകയും ചെയ്യും. ഹൈക്കമാൻഡ് KC വേണുഗോപാൽ മുരളീധരനെ ഒതുക്കുന്നതിൽ സമർത്ഥനും കൂടിയാണ്. അപ്പോൾ മുരളീധരൻ നോട്ടമിടുന്നത് ഈ പാർലമെൻറ്റ് സീറ്റ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ നിന്ന് അങ്ങ് ജയിച്ച് സുഖമായിട്ട് പോവുക, അത് മാത്രമാണ്. കാരണം പിന്നെ ഒരു അംഗീകാരം വേണമല്ലോ കേരളത്തിനകത്ത്. അതുകൊണ്ടെന്താ, ഇപ്പോൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് മുരളീധരൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. ഈ സീറ്റ് തന്നെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ എത്രയും പെട്ടെന്ന് തരൂരിനെ ഇറക്കി വിടുക, അല്ലെങ്കിൽ തരൂർ ഇറങ്ങിപ്പോവുക എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകൾ ഇങ്ങനെ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
പാർട്ടി യോഗങ്ങളിൽ പങ്കെടുപ്പിക്കില്ല എന്ന് മുരളീധരന് പറയാൻ തരൂർ പറഞ്ഞതുപോലെ എന്ത് റൈറ്റാ അല്ലേ? ഇപ്പോൾ KPCC അധ്യക്ഷൻ പറഞ്ഞു, സണ്ണി ജോസഫ് ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടില്ല, രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടില്ല. അപ്പം ഇവർക്ക് എന്താ അറിയത്തില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു പിന്നെ മുരളീധരൻ ഈ തരൂർ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് വോട്ട് പിടിച്ചു ആ കൂടുതൽ വോട്ട് പിടിച്ചിടത്തേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തീരദേശ മേഖലകളിൽ കോവളം, നെയ്യാറ്റിൻകര, പാറശാല ഈ 3 മണ്ഡലങ്ങളാണ് തരൂരിനെ രക്ഷപ്പെടുത്തിയത്. മറ്റ് 4 ഇടങ്ങളിലും BJPയുടെ ഒരു കടന്നുകയറ്റമാണ്. പക്ഷേ ഉപതെരഞ്ഞെടുപ്പിൽ പോയാൽ തിരുവനന്തപുരത്ത് എന്തായാലും മത്സരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ തന്നെ ആയിരിക്കും. അതിനാണ് അതിൻ്റെ സാധ്യത. അപ്പോൾ ചോദിക്കും BJP അധ്യക്ഷ സ്ഥാനം കൊടുത്തിരിക്കുന്നു എന്നുള്ളത്. അത് പാർട്ടി തീർച്ചപ്പെടുത്തും. അത് പിന്നീട് എങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ രണ്ടും കൊണ്ടുപോകുമോ എന്നുള്ള കാര്യം. പക്ഷേ രാജീവ് ചന്ദ്രശേഖറും കൂടിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മുരളീധരൻ വിചാരിക്കുന്നത് പോലെ അങ്ങ് ജയിച്ചു പോകണമെന്നില്ല. കാരണം വളരെ വൈകിയാണ് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ മത്സരിക്കാൻ ഇറങ്ങുന്നത്. എന്നിട്ട് പോലും ഇത്രയും നേട്ടമുണ്ടാക്കി. മൂന്നാമത്തെ ആൾ പന്നിയൻ രവീന്ദ്രൻ ആയതുകൊണ്ടാണോ ഇത്ര വോട്ടെന്ന് ചോദിച്ചാൽ പോലും CPI കുറെ കാലമായിട്ട് 3-ാം സ്ഥാനത്ത് തന്നെ. അവർ യാതൊരു തരത്തിൽ അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി. CPIക്കാർ അത്രയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ. ഏതാണ്ട് അത് കൈവിട്ടു എന്നുള്ളത് അവർക്ക് കൃത്യമായി അറിയാം. ചിലപ്പോൾ ഇനി വരും തിരഞ്ഞെടുപ്പിൽ CPM അത് ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. ഇങ്ങനെ നിരന്തരം 3-ാം സ്ഥാനത്ത് പോകുമ്പോൾ CPM വന്നാൽ മറ്റൊരു മാറ്റം വരുമെങ്കിൽ. CPMന് നേരത്തെ നോട്ടമുണ്ടായിരുന്നു, പക്ഷേ ഇനി CPM തൊടത്തില്ല. കാര്യം എന്താണ്? BJPയുടെ ആധിപത്യം സ്ഥാപിച്ചിരിക്കും. പ്രത്യേകിച്ച് BJPയോടെ ചില ബന്ധങ്ങളൊക്കെ നിലനിർത്തുന്നത് കൊണ്ട് ഒരിക്കലും അങ്ങോട്ട് കയറി CPM ഏറ്റെടുക്കത്തില്ല. CPI തന്നെ അവിടെ നിർത്തിയിട്ട് ഈ CPMകാരൊന്നും പ്രവർത്തിക്കാതെ ഇരിക്കും. മുൻകാലങ്ങളിൽ പൊതു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ള. CPM പ്രവർത്തകർ ആറ്റിങ്ങൽ പോകും. അതാണ് ചെയ്യുന്നത്. ഇപ്പം തൃശ്ശൂരിലെ CPI സ്ഥാനാർത്ഥി സുനിൽകുമാർ മത്സരിച്ചപ്പോൾ അവിടെയുള്ള CPMകാരെല്ലാം വടകരയിലും മറ്റ് CPM കോട്ടകളിലേക്ക് അവരങ്ങ് പോയി എന്നുള്ളതാണ്. ഇത് പണ്ടേ ഉള്ളതാണ്. പണ്ട് മുതൽ ഈ ശക്തമായ ത്രികോണ മത്സരം ഉണ്ടാകുന്നതിന് മുമ്പുള്ള രീതി ഇങ്ങനെയായിരുന്നു. അപ്പം മുരളീധരന് കരുണാകരൻ പണ്ട് ഇവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. കരുണാകരൻ്റെ പിന്തുണയോടി പന്നിയൻ രവീന്ദ്രൻ PKVക്ക് ശേഷം നിന്ന് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് ഫലം വന്നതിൻ്റെ പിറ്റേ ദിവസം പന്നിയൻ രവീന്ദ്രൻ കരുണാകരന് ലഡ്ഡു കൊണ്ട് കൊടുക്കുന്ന ചിത്രമൊക്കെ പത്രങ്ങളിൽ, മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ ആദ്യ പേജിൽ തന്നെ വന്നത് വലിയ കൗതുകം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും പിന്നെ ഉണ്ണിത്താൻ ഇത് പറയുന്നതിന് ഉണ്ണിത്താൻ പിന്നെ ഈ കാടടച്ചുള്ള ഒരു വെടിവെപ്പ് നടത്തുകയാണ്. അത് തരൂരിനെ എതിരിടുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ തരൂരിൻ്റെ മുന്നിൽ എന്തായാലും ഈ 2 പേരും പരിഹാസ കഥാപാത്രങ്ങളായി മാറി എന്നുള്ളതാണ്. കാരണം തരൂരിൻ്റെ പ്രൊഫൈൽ ഇവർക്ക് കൃത്യമായി അറിയാമല്ലോ. പിന്നെന്തിനാണ് തരൂരിനോട് കളിക്കാൻ പോയിരിക്കുന്നത്? അതിൽ ആലോചിക്കേണ്ടത് ഉണ്ണിത്താൻ MP ആണ്. തരൂർ ഇനി പാർലമെൻറ്റിൽ കാര്യങ്ങൾ വിശദീകരിക്കും പലതിൻ്റെയും. ഈ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ വരും. അപ്പോൾ ചിലപ്പോൾ BJP നിയോഗിക്കുന്നത് ചിലപ്പോൾ വിശദീകരിക്കാൻ പറയുന്നത് തരൂരിനോടായിരിക്കും. അത് കേട്ടിരിക്കേണ്ടി വരും ഉണ്ണിത്താൻ എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ ഉണ്ണിത്താൻ പരിഹാസ കഥാപാത്രമായി മാറുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.